ഈ കഴിഞ്ഞ ദിവസം നടന്ന PSC 10th പ്രിലിംസ് 2026 സ്റ്റേജ് 3യിൽ നിന്നുള്ള 6 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40 ആണ്. പുതിയ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായം 45 ആയി. എങ്കിൽ വന്നയാളുടെ പ്രായം എത്ര? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് 4 ആളുകളുടെ പ്രായം 40. അതായത് 4 × 40. അപ്പോൾ ആകെ പ്രായം കിട്ടും. 4 × 40 എന്ന് പറയുന്നത് 160. ഇതാണ് ആകെ പ്രായം എന്ന് പറയുന്നത്. ഇനി ഒരാൾ കൂടി വന്നപ്പോൾ എത്രയാണ്? 4 എന്നുള്ളത് 5 ആയിട്ട് മാറി. അപ്പോൾ ശരാശരി പ്രായം 45. അപ്പോൾ ആകെ പ്രായം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 45നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 25 2 5 4 20 22 225. ആദ്യത്തെ ആകെ പ്രായം 160 ആണ്. രണ്ടാമത്തെ ആകെ പ്രായം 225 ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ വന്നയാളിൻ്റെ പ്രായം കിട്ടും അല്ലേ? അപ്പോൾ 225 മൈനസ് 160. 5 12ൽ നിന്ന് 6 പോയാൽ 6 65 വന്നയാളുടെ പ്രായം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോവാം. 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ തുക. 60നും 70നും ഇടയിലുള്ള സംഖ്യകൾ നമുക്കൊന്ന് എഴുതാം. 61 62 63 64 65 66 67 68 69. ക്ലിയർ ആണല്ലോ? ഇതിൽ ഇരട്ട സംഖ്യ ഒരിക്കലും അഭാജ്യ സംഖ്യ ആകില്ല. അപ്പോൾ 62 മാറ്റാം, 64 മാറ്റാം, 66 മാറ്റാം, 68 മാറ്റാം. പിന്നെ 5ൽ അവസാനിക്കുന്ന സംഖ്യ ഒരിക്കലും അഭാജ്യ സംഖ്യ ആകത്തില്ല. 5ൻ്റെ ഗുണിതമായിരിക്കും, അതും മാറ്റാം. പിന്നെ ഉള്ള ഏതാണ്? ഒരു 61 ഉണ്ട്, ഒരു 63 ഉണ്ട്, ഒരു 67 ഉണ്ട്, ഒരു 69. ഇവിടെ നോക്കുക. ഈ 63 അഭാജ്യ സംഖ്യയാണോ? അത് കാണാനുള്ള ഈ 63 എന്നൊക്കെ ഈ 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ 9. 9 എന്ന് പറയുന്നത് 3ൻ്റെ പട്ടികയിൽ വരുന്ന സംഖ്യയല്ലേ? സോ ഇവിടെ കൂട്ടിക്കിട്ടുന്ന സംഖ്യ 3ൻ്റെ പട്ടികയിൽ വരുന്നതാണെങ്കിൽ ഇത് 3ൻ്റെ ഗുണിതമായിട്ട് വരും. അപ്പോൾ ഇതും അഭാജ്യ സംഖ്യ അല്ല. പിന്നെ അടുത്തത് ഏതാണ്? 69 നോക്കിയാലോ. 6 9 കൂടെ കൂട്ടിയാൽ 15 അല്ലേ? 15 എന്ന് പറയുന്നത് 3ൻ്റെ ടേബിളിൽ വരുന്ന സംഖ്യയല്ലേ? അപ്പോൾ 3ൻ്റെ ടേബിളിൽ വരുന്ന സംഖ്യയാണ് ഈ കൂട്ടിക്കിട്ടുന്നതെങ്കിൽ ഈ 69നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതും എന്തല്ല? അഭാജ്യ സംഖ്യയല്ല. ഇനി വേറെ എന്താണ്? കാരണം ഇവിടെ ഫാക്ടേഴ്സ് കൂടുതൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ 1 69 ഈ 3ഉം കൂടെ കിട്ടും. ഇനിയും നോക്കിയാൽ വേറെ ഒരുപാട് സംഖ്യകൾ ഘടകങ്ങളായിട്ട് വരും. അപ്പോൾ 2 ഘടകങ്ങളെ പാടുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഈ 61 നോക്കിയാൽ 61 എന്ന് പറയുന്നത് 61 × 1. അതായത് 61 ഒരു ഘടകമാണ്, 1 ഒരു ഘടകമാണ്. 61നെ വേറൊരു രീതിയിൽ നമുക്ക് ഘടകങ്ങളാക്കി എഴുതാൻ പറ്റത്തില്ല. സോ ഇത് എന്താണ്? ഇതൊരു പ്രൈം നമ്പറാണ്. അതേപോലെ 67നെയും നമുക്ക് 67 × 1 എന്നെഴുതാം. 67 ഒരു ഘടകം, 1 ഒരു ഘടകം. വേറെ ഒരു തരത്തിലും 67നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ 69നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 6 കിട്ടും, 69 കിട്ടും, 3 കിട്ടും. ഇനി നോക്കിയാൽ ഒരുപാട് ഘടകങ്ങൾ വേറെയും കിട്ടും. അപ്പോൾ ഇവിടെ അഭാജ്യ സംഖ്യ ആയിട്ടുള്ള സംഖ്യ ഒന്ന് 61 ഒന്ന് 67. അപ്പോൾ ഈ 61നെയും 67നെയും കൂടെ കൂട്ടിയാൽ തുകയില്ല ചോദിച്ചത്. 8 12 128 ആണ് നമ്മുടെ ആൻസർ. എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ എന്ന് ചോദിച്ചാൽ ഇരട്ട സംഖ്യകളാണെങ്കിൽ നമ്മുടെ വാക്യം എന്താണ്? n × n+1 ആണ്. n എന്ന് പറയുന്നത് ഇവിടെ 10 അല്ലേ? 10 × 10ൻ്റെ 1 കൂട്ടുക, അപ്പോൾ 11. തമ്മിൽ ഗുണിക്കുക, 110 എന്ന ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്, 110 നമ്മുടെ ആൻസർ. നമുക്ക് ഞാൻ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ഇതെന്താണ്? 24 60 എന്നീ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. 24 60 ലസാഗു കാണാം. ആദ്യം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 12 30. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 15. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 3. ഇന്നൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? 2 3. ഓക്കെ, നോക്കുക. അപ്പോൾ ഈ സംഖ്യകളെ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ എൽസിയം കിട്ടും.
ലസാഗു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എൽസിയം അല്ലേ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന്. അപ്പോൾ ഇവയെ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ ലസാഗു കിട്ടും 2 2 4 4 3 12 12 2 2 4 4 3 12 12 2 24 അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം 2 2 4 4 3 12 12 2 24 24 3 കൊണ്ട് ഗുണിച്ച് ഞാൻ 3 4 12 72. വ്യത്യാസമുണ്ടല്ലോ, ഒന്നുകൂടെ നോക്കിയാലോ. 12 30 6 15 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 കൊണ്ട് 15നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്നത്. ക്ലിയറല്ലേ? ഇവിടെയാണ് ഇപ്പോൾ തെറ്റിയത്. അപ്പോൾ ഇനി നോക്കാം. 2 2 3 2 5 2 2 4 4 3 12 12 2 24 24 5 എത്രയാണ്? 24. 3 കൊണ്ട് നമ്മൾ നേരത്തെ കുറിച്ച് 5 കൊണ്ട് കൊടുക്കുക. 5 4 20 0 ശിഷ്ടം 2 120 നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഇവിടെ നമുക്ക് ആദ്യം ഡിവൈഡ് ചെയ്യാം. 120നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 എന്ന് കിട്ടും. പ്ലസ് ഇടാം. ഇവയെ തമ്മിൽ ഗുണിക്കാം. 15 6 കൊണ്ട് ഗുണിച്ചാൽ 90 എന്ന് കിട്ടും. -50 അല്ലേ. 90 30 എന്ന് പറയുന്നത് 120 അതിൽ നിന്ന് 50 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 70 കിട്ടും. 70 നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത പാർട്ട് 3 നമ്മൾ ഇടുന്നതാണ്. ഓക്കെ.